ഏവർക്കും നമസ്കാരം. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ 3-ാം പതിപ്പിൻ്റെ ഭാഗമായി ബാർട്ടർ പബ്ലിഷിംഗ് സംഘടിപ്പിക്കുന്ന പുസ്തക പ്രകാശന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. മൃദുല സി നാരായണൻ രചിച്ച സിനിമയും ഭാഷയും എന്ന പഠനഗ്രന്ഥമാണ് ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. ഈ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് ഏവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പുസ്തക പ്രകാശന ചടങ്ങിലെത്തിയിരിക്കുന്ന വിശിഷ്ടാതിഥികളെ സ്വാഗതം ചെയ്യൽ, പുസ്തകത്തെക്കുറിച്ചുള്ള സാമാന്യമായ പരിചയപ്പെടുത്തൽ, പുസ്തകത്തിൻ്റെ പ്രകാശനവും പുസ്തകത്തിൻ്റെ സ്വീകാര്യവും, തുടർന്ന് പുസ്തക പ്രകാശനം ചെയ്ത വിശിഷ്ട വ്യക്തി പുസ്തകത്തെ മുൻനിർത്തി നടത്തുന്ന പ്രഭാഷണം, പുസ്തകം സ്വീകരിച്ച ആൾ നടത്തുന്ന പ്രഭാഷണം, പുസ്തകരചയിതാവിൻ്റെ എഴുത്തനുഭവം പങ്കുവയ്ക്കൽ, തുടർന്ന് ചടങ്ങിന് നന്ദി പറയൽ. ഈ ഒരു ക്രമത്തിലാണ് ഈ ഒരു പ്രോഗ്രാം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായി ഇവിടെ എത്തിയിട്ടുള്ളത് ശ്രീമതി സന്ധ്യ ജയേഷ് പുളിമാത്താണ്. നവഭാവന ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രധാന പ്രവർത്തകയും എഴുത്തുകാരിയും സാംസ്കാരിക രംഗത്തെ നിറ സാന്നിധ്യവുമാണ് സന്ധ്യ ജയേഷ് പുളിമാത്ത്. സന്ധ്യ ജയേഷ് പുളിമാത്തിൻ്റെ നോവലുകളും ചെറുകഥകളും മോട്ടിവേഷൻ ചിന്തകളും വിവിധ പത്രമാധ്യമങ്ങളിലൂടെയുള്ള അവരുടെ ആനുകാലികങ്ങളിലെ പംക്തികളും ഒക്കെ സവിശേഷമായ ശ്രദ്ധ ആർജിച്ചിട്ടുള്ള ഒന്നാണ്. തൻ്റെ സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് നിരവധി അംഗീകാരങ്ങളും സന്ധ്യ ജയേഷ് പുളിമാത്തിന് ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ സാഹിത്യ സാംസ്കാരിക രംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരാളെ തന്നെയാണ് ഈ ഒരു ചടങ്ങിലേക്ക് പ്രകാശനം ചെയ്യുന്നതിനായി നമുക്കിവിടെ ലഭ്യമായിട്ടുള്ളത്. ശ്രീമതി സന്ധ്യ ജയേഷ് പുളിമാത്തിനെ ഈ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. പുസ്തകം സ്വീകരിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ചലച്ചിത്ര സംഗീത സംവിധായകൻ ശ്രീ ഈണം വിജയനാണ്. മലയാള സിനിമാ ലോകത്ത് മാത്രമല്ല, മലയാളം സംഗീത ആൽബങ്ങളിലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ സംഭാവനകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഈ ഒരു ചടങ്ങിലേക്ക് ഏറെ സ്നേഹത്തോടു കൂടി ശ്രീ ഈണം വിജയനെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിവിടെ കൂടിയിരിക്കുന്ന ഈ പുസ്തക പ്രകാശന ചടങ്ങിൻ്റെ കാരണക്കാരിയായ, ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരിയായ മൃദുല സി നാരായണൻ. മൃദുല സി നാരായണൻ്റെ 3-ാമത്തെ പുസ്തകമാണിത്. അവരുടെ ആദ്യത്തെ പുസ്തകം പറയ സമുദായത്തിൻ്റെ ദൈവസങ്കല്പം എന്ന പഠനഗ്രന്ഥം. ആ പഠനഗ്രന്ഥത്തിന് വായനക്കാരിൽ നിന്നും, പ്രത്യേകിച്ച് അക്കാദമിക് രംഗത്ത് നിന്നും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. 2022 രാജാറാം മോഹൻ റോയ് ഫൗണ്ടേഷൻ കേരളത്തിലെ 190 പുസ്തകങ്ങൾ ഫൗണ്ടേഷൻ്റെ ആ വർഷത്തെ പദ്ധതിയുടെ ഭാഗമായി സെലക്ട് ചെയ്തപ്പോൾ അക്കൂട്ടത്തിൽ ഒരു പുസ്തകമായി തിരഞ്ഞെടുത്തത് മൃദുല സി നാരായണൻ്റെ പറയ സമുദായത്തിൻ്റെ ദൈവസങ്കല്പം എന്ന പഠന ഗ്രന്ഥമായിരുന്നു. ആ ഒരു പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ ലൈബ്രറി കൗൺസിലിൻ്റെ ഗ്രാൻഡ് വാങ്ങുന്ന കേരളത്തിലെ എല്ലാ ലൈബ്രറികളിലേക്കും ആ പുസ്തകം രാജാറാം മോഹൻ റോയ് ഫൗണ്ടേഷൻ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ പുസ്തകം എത്രമാത്രം, അല്ലെങ്കിൽ ഒരു അക്കാദമിക രംഗത്ത് എത്രമാത്രം പ്രാധാന്യമുള്ള ഒന്നാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് രാജാറാം മോഹൻ റോയ് ഫൗണ്ടേഷൻ്റെ ആ ഒരു തീരുമാനം. മൃദുല സി നാരായണൻ്റെ 2-ാമത്തെ പുസ്തകം ഒരു ഭൂതകഥ പോലെ കഴിഞ്ഞ വർഷം, അതായത് കേരള നിയമസഭയുടെ 2-ാമത്തെ അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിൽ വെച്ച്, അതായത് ഇതേ സ്റ്റേജിൽ വെച്ചിട്ട് തന്നെയാണ് മൃദുല സി നാരായണൻ്റെ 2-ാമത്തെ പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ടത്. ഒരു ഭൂതകഥ പോലെ വിവിധ കാലങ്ങളിലായി
മൃദുല സി നാരായണൻ എഴുതിയ ചെറുകഥകളുടെ സമാഹാരമാണത്. ധാരാളം ചെറുകഥാ മത്സരങ്ങളിലൊക്കെ സമ്മാനം നേടിയിട്ടുള്ള കഥകളുടെ ഒരു സമാഹാരം എന്നുള്ള നിലയ്ക്കാണ് ആ ഒരു പുസ്തകത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സവിശേഷമായ ഒരു രചനാ ശൈലിയാണ് ആ പുസ്തകത്തിൽ അവർ കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു അക്കാദമിക രംഗത്ത് മാത്രമല്ല, സാഹിത്യ ലോകത്തും തൻ്റെ സാന്നിധ്യം അറിയിക്കുകയും അതിലൂടെ ശ്രദ്ധ നേടിയെടുക്കുന്നതിനും ശ്രീമതി മൃദുല സി നാരായണന് സാധിച്ചിട്ടുണ്ട്. കോളേജ് അധ്യാപിക കൂടിയായ മൃദുല സി നാരായണൻ ഈ അടുത്ത കാലത്ത്, അല്ലെങ്കിൽ അവരുടെ ഒരു പഠന മേഖല സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സിനിമയെയും മലയാള ഭാഷയെയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയതായി നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിലാണ് ഇന്നിവിടെ സിനിമയും ഭാഷയും എന്ന പേരിൽ ഒരു പുസ്തകം പ്രകാശനം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങി വന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ഇപ്പോഴത്തെ 4 വർഷ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ ഭാഗമായി സിനിമയെയും മലയാള ഭാഷയെയും മുൻനിർത്തിക്കൊണ്ടുള്ള പാഠ്യപദ്ധതി നിലവിലുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ ഉപകാരപ്രദമാകുന്ന തരത്തിലുള്ള ഒരു പുസ്തകം എന്നുള്ള നിലയ്ക്ക് ഈ ഒരു പുസ്തകത്തിന് വലിയ രീതിയിലുള്ളൊരു സ്വീകാര്യത ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മൃദുല സി നാരായണൻ്റെ ഈ ഒരു പുസ്തക ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഈ ഒരു പുസ്തകത്തിൻ്റെ രചയിതാവായ മൃദുല സി നാരായണനെ ഏറെ സ്നേഹത്തോടു കൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിരിക്കുന്ന, ഇതേക്കുറിച്ച് അറിഞ്ഞും അതല്ലെങ്കിൽ അതുപോലെ നിയമസഭയുടെ വിവിധ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുക, ഈ ഒരു മേളയുടെ ഭാഗമാവുക, ആ ഒരു ഓളം എന്താണ് എന്നുള്ളത് തിരിച്ചറിയുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ഏറെ സ്നേഹത്തോടു കൂടി ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പുസ്തകത്തെക്കുറിച്ചിട്ടുള്ള ഒരു സാമാന്യമായ ഒരു പരിചയപ്പെടുത്തലാണ് ആദ്യം നടത്തുന്നത്. പുസ്തകത്തിൻ്റെ പേര് സിനിമയും ഭാഷയും എന്നുള്ളതാണ്. നമുക്കറിയാം, മലയാള ഭാഷയുടെ പരുവപ്പെടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വാദങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതായത് ഭാഷ രൂപപ്പെട്ടു വന്നത്, മലയാള ഭാഷ രൂപപ്പെട്ടു വന്നത് സംസ്കൃത ഭാഷയിൽ നിന്നാണ് എന്ന് പറയുന്നൊരു വാദമുണ്ട്. തമിഴ് ഭാഷയിൽ നിന്നാണ് വന്നതെന്നുള്ളൊരു വാദമുണ്ട്. ഇനി ഇതൊന്നുമല്ല, അതല്ലാതെയുള്ള ഒരു സ്വതന്ത്ര ഭാഷയായിട്ട് മലയാള ഭാഷ പരുവപ്പെടുകയായിരുന്നു എന്നൊക്കെയുള്ള വാദങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഒരു ഭാഷയുടെ ഒരു പരുവപ്പെടലിൽ അത് കടന്നു പോകുന്ന, അല്ലെങ്കിൽ അത് രൂപപ്പെടുന്ന ആ ഒരു പ്രത്യേക പ്രദേശത്തിന് വലിയ ഒരു പങ്കുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ആ പ്രദേശത്തുള്ള പലതരത്തിലുള്ള ആക്ടിവിറ്റികളും ആ ഒരു ഭാഷയെ പരുവപ്പെടുത്തുന്നതിന് വലിയ കാരണമായി മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ മലയാള ഭാഷയുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ചുറ്റുപാടും മലയാള ഭാഷയുടെ തന്നെ എത്രയെത്ര വകഭേദങ്ങളാണ് ഉള്ളതെന്ന് കാണാം. ഇപ്പം മണിപ്രവാള ഭാഷയെന്നും ശാസന ഭാഷയെന്നും അതുപോലെ തന്നെ അറബി മലയാളം എന്നും പാട്ട് ഭാഷയെന്നും ഒക്കെ പറയുന്ന എത്രയെത്ര മലയാളമാണ് നമുക്ക് ചുറ്റും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം പലതരത്തിലുള്ള, അല്ലെങ്കിൽ പല സംസ്കാരങ്ങളിൽ നിന്നും കടന്നു വരുന്ന ആളുകൾ, അവരുടെ ഇടപെടലുകൾ, ആ ഇടപെടലുകൾ കൊണ്ട് നമ്മുടെ ഭാഷ പുതുക്കപ്പെടുന്നു. ഇപ്പോൾ തന്നെ നോക്കുക, ഈ സമകാലിക കേരളീയ പരിസരങ്ങളിലേക്ക് വരുന്ന നോർത്ത് ഇന്ത്യയിൽ നിന്നും ധാരാളമായി കടന്നു വരുന്ന ആളുകൾ, തൊഴിലിന് വേണ്ടി കടന്നു വരുന്ന ആളുകൾ, അല്ലെങ്കിൽ അവർ ഇവിടെ തൊഴിലിൻ്റെ ഭാഗമായി കേരളീയ പരിസരങ്ങളിൽ അവർ ജീവിക്കുന്നു. അവർ ജീവിക്കുമ്പോൾ അവരുടെ കുടുംബത്തിൽപ്പെട്ട, അല്ലെങ്കിൽ കുടുംബത്തോട് ജീവിക്കുന്ന ആളുകളുണ്ട്. അത് പുതിയൊരു സംസ്കാരമായി മാറുന്നു. അങ്ങനെ കടന്നു വരുന്ന നോർത്ത് ഇന്ത്യയിൽ നിന്നും മറ്റുമൊക്കെ കടന്നു വരുന്ന ആളുകളെ നമ്മൾ സ്നേഹത്തോടു കൂടിയോ ഇനി അങ്ങനെ അല്ലാതെയോ പല രീതിയിലോ ഒക്കെ ബായിമാർ എന്ന് വിശേഷിപ്പിക്കുന്നു. ഇങ്ങനെ ബായിമാർ എന്ന് വിശേഷിപ്പിക്കുന്നത് പിന്നീട് അവരുടെ കൂട്ടത്തിലുള്ള സ്ത്രീകളെ ബായിച്ചിമാർ എന്ന് വിളിക്കുന്ന രീതിയിലേക്ക് മാറുന്നു. അപ്പോൾ നമ്മുടെ മലയാള ഭാഷയിൽ പുതിയ തരത്തിലുള്ള പദങ്ങൾ കടന്നു വരികയാണ്. ബായി, ബായിച്ചി എന്നൊക്കെ പറയുന്നത്. പ്രത്യക്ഷത്തിൽ അത് ഒരുപക്ഷെ കളിയാക്കിയുള്ള ഒരു വിളിയായിട്ട് തോന്നാമെങ്കിലും കാലം കടന്നു പോകുമ്പോൾ മലയാള ഡിക്ഷണറിയുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട വാക്കായിട്ട് ഇത്തരത്തിലുള്ള പുതിയ വാക്കുകളൊക്കെ കടന്നു വരാനുള്ള ഒരു സാധ്യതകൾ കൂടിയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, മലയാള ഭാഷയുടെ, അല്ലെങ്കിൽ ഏതൊരു ഭാഷയുടെയും പരുവപ്പെടലിൽ അത് രൂപപ്പെടുന്ന ആ കാലഘട്ടത്തിന് വലിയ ഒരു പങ്കുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പുതിയ കാലഘട്ടത്തിൽ ജനങ്ങളെ ഏറ്റവും സ്വാധീനിക്കുന്ന ഒരു കല എന്നുള്ള നിലയ്ക്ക് സിനിമയ്ക്കും ഭാഷയുടെ പരുവപ്പെടലിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പുതുക്കലിലൊക്കെ വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുണ്ട്.
നമുക്കറിയാം പ്രാദേശിക ഭാഷ ഉപയോഗിക്കുന്നതിൻ്റെ പേരിൽ പലപ്പോഴും പരിഹാസം നേരിടേണ്ടി വന്നിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ ഒരുപക്ഷെ നിങ്ങളൊക്കെയും കടന്നു പോയിട്ടുണ്ടാകും. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രാദേശിക ഭാഷ ഉപയോഗിക്കുന്നത് വലിയൊരു കാലത്തോളം പരിഹാസത്തോടു കൂടി അല്ലാതെ ആളുകൾ കണ്ടിരുന്നില്ല എന്നുള്ളതും നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിൽ അതിനെയൊക്കെ സിനിമയിൽ ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ കോട്ടയം കുഞ്ഞച്ചൻ പോലെയുള്ള സിനിമ കോട്ടയത്തിൻ്റെ പ്രാദേശിക ഭാഷ ഉപയോഗിക്കുന്നു. ഇനി അതല്ലെങ്കിൽ രാജമാണിക്യം പോലെയുള്ള സിനിമ തിരുവനന്തപുരത്തിൻ്റെ പ്രാദേശിക ഭാഷ ഉപയോഗിക്കുന്നു. പ്രാഞ്ചിയേട്ടൻ പോലെയുള്ള സിനിമ തൃശ്ശൂരിൻ്റെ പ്രാദേശിക ഭാഷ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള അതല്ലെങ്കിൽ തൂവാനത്തുമ്പികൾ പോലെയുള്ള സിനിമ, അപ്പോൾ ഇത്തരത്തിലുള്ള സിനിമകളിലൊക്കെ പ്രധാന കഥാപാത്രങ്ങൾക്ക് പ്രാദേശികമായ അവരുടെ സംഭാഷണ രീതിക്കും മറ്റും പ്രാദേശിക ഭാഷയുടെ ഒരു ചായ്വ് നൽകിക്കൊണ്ട് അതിനെ ഒരു ജനപ്രിയ ഘടകമാക്കി മാറ്റി അല്ലെങ്കിൽ ഒരു കച്ചവട വിജയം, സിനിമയുടെ ഒരു കച്ചവട വിജയത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കമ്മത്ത് പോലുള്ള സിനിമകളൊക്കെ കൂടിയും ഇതോടൊപ്പം നമുക്ക് ഓർത്തു പോകാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു കച്ചവട വിജയത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രാദേശിക ഭാഷകളെ സിനിമ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ഭാഷയ്ക്ക് അല്ലെങ്കിൽ ഭാഷയിലേക്ക് സിനിമയും സിനിമയിലേക്ക് ഭാഷയും ചില കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഒരു ജനപ്രിയ കലയായ സിനിമ ഭാഷയിൽ ഇടപെടുന്നത്, ഭാഷയെ പരുവപ്പെടുത്തുന്നത്? അതേക്കുറിച്ച് എന്തെങ്കിലും സൂക്ഷ്മമായ അന്വേഷണം നടത്തേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും നടത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എഴുത്തുകാരി മൃദുല സി നാരായണൻ സിനിമയും ഭാഷയും എന്ന് പറയുന്ന ഈ ഒരു പുസ്തകത്തിലൂടെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ സിനിമയെ മുൻനിർത്തി അല്ലെങ്കിൽ മലയാള ഭാഷയെ മുൻനിർത്തി പ്രാദേശിക ഭാഷയെ മുൻനിർത്തി ഇവ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളെക്കുറിച്ചുള്ള സൂക്ഷ്മമായ ചില വായനകളാണ് ഈ ഒരു ഗ്രന്ഥത്തിൻ്റെ പ്രധാന ഉള്ളടക്കമെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഈ ഒരു പുസ്തകത്തിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്ന സിനിമകളെക്കുറിച്ച് ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. അതിൽ ഇതാ ഇവിടെ വരെ, ഒരു വടക്കൻ വീരഗാഥ, അമരം, നീലത്താമര, രാജമാണിക്യം, പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദി സെയിൻറ്റ്, കോട്ടയം കുഞ്ഞച്ചൻ, കമ്മട്ടിപ്പാടം, മഹേഷിൻ്റെ പ്രതികാരം, എന്നാ താൻ കേസുകോട്, വിധേയൻ എന്നീ സിനിമകളെ മുൻനിർത്തിയുള്ള സവിശേഷമായ ഭാഷാ പഠനങ്ങളാണ് ഈ കൃതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ സിനിമയെ മുൻനിർത്തിക്കൊണ്ടുള്ള വിശദമായ പഠനങ്ങൾ നൽകുന്നതിന് ആമുഖമായിട്ട് പ്രാദേശിക ഭാഷ എന്താണെന്നും അല്ലെങ്കിൽ അത് സിനിമയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും ഏത് കാലഘട്ടം മുതലാണ് പ്രാദേശിക ഭാഷകൾക്ക് മലയാള സിനിമയിൽ സ്ഥാനം ലഭിച്ചു തുടങ്ങിയതെന്നും അതിൻ്റെ പ്രാദേശിക ഭാഷയുടെ മലയാള സിനിമയുടെ അതിൻ്റെ ഒരു പരിണാമ ചരിത്രത്തെ കൂടി ഈ ഒരു പുസ്തകം രേഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാം. ഇത് അത്ര വലിയ ഒരു പുസ്തകമൊന്നുമല്ല, 100 പേജിൽ താഴെയുള്ളൊരു ചെറിയ പുസ്തകമാണ്. എന്നാൽ ഈ പുസ്തകത്തിൻ്റെ ഒരു പേജ് എണ്ണത്തിലല്ല, അതിൽ എത്രമാത്രം കാച്ചിക്കുറുക്കിയാണ് ഈ എഴുത്തുകാരി അതിലെ ആശയങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ്. ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അതിൽ നിന്നുള്ള ഒരു വരി പോലും മുറിച്ച് മാറ്റാനില്ല, അത്രയും കാച്ചിക്കുറിക്കാണ് അവരത് നിർവഹിച്ചിട്ടുള്ളത്. ഒരു ഗവേഷക എന്നുള്ള നിലയിലൊക്കെ തൻ്റെ ഒരു പ്രവർത്തന മേഖത്ത് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് മൃദുല സി നാരായണൻ. അവരുടെ MA പ്രൊജക്റ്റ് ആയിക്കോട്ടെ, MA പഠനകാലത്ത് അവർ നടത്തിയ പ്രോജക്റ്റാണ് പിന്നീട് പറയ സമുദായത്തിൻ്റെ ദൈവസങ്കല്പം എന്ന പേരിൽ പുസ്തകമായിട്ട് വരുന്നത്. നിങ്ങൾ ആ പുസ്തകം വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധിക്കും, ഒരു MA സ്റ്റുഡൻറ്റ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു നിലവാരമല്ല അതിലുള്ളത്. അപ്പോൾ ഒരു MA പഠനകാലത്ത് തന്നെ ഒരു ഗവേഷക എന്നുള്ള നിലയിൽ തൻ്റെ ഒരു സ്ഥാനം അക്കാദമിക രംഗത്ത് രേഖപ്പെടുത്താനും ഒരു പുസ്തകമായിട്ട് അതിനെ മാറ്റുമ്പോൾ കാര്യമായ ഒരു എഡിറ്റിംഗ് ഒന്നും അതിൽ നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത് MA പ്രോജക്റ്റ് ആയിരിക്കുന്ന ഘട്ടത്തിലെ വായിച്ച ഒരു വായനക്കാരൻ എന്നുള്ള നിലയിൽ എനിക്കത് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. അപ്പോൾ ആ എഴുത്തുകാരി വളരെ കാച്ചിക്കുറുക്കിയ വാക്കുകളിൽ വളരെ സൂക്ഷ്മമായി തൻ്റെ ഭാഷയെയും സിനിമയെയും മുൻനിർത്തിയുള്ള നിരീക്ഷണങ്ങൾ ഈ കൃതിയിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. സർവകലാശാല തലത്തിൽ സർവകലാശാലകളുടെ വിവിധ കേന്ദ്രങ്ങളിലും കോളേജുകളിലുമൊക്കെ FIUGP പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഭാഷയും സിനിമയും എന്നത് ഒരു പാഠ്യവിഷയമാണിപ്പോൾ. ഈ കഴിഞ്ഞ വർഷമാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിലബസ് തന്നെ സർവകലാശാല രൂപപ്പെടുത്തിയിട്ടുള്ളത്. ആ ഒരു വിഷയം പഠിപ്പിക്കുന്ന അധ്യാപിക എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഈ മേഖലയിൽ ഒരു പുസ്തകത്തിൻ്റെ അപര്യാപ്തത മൃദുല സി നാരായണൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വിഷയത്തെ പഠിപ്പിക്കാൻ വേണ്ടി അവർ നടത്തിയ ശ്രമങ്ങൾ, അതിൻ്റെ ഭാഗമായി ആ വിഷയത്തെ മുൻനിർത്തിയുള്ള പുസ്തകങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള അന്വേഷണ യാത്രകൾ, അതിലൂടെ അവർക്കുണ്ടായ ആ തിരിച്ചറിവ്, ഇങ്ങനെയൊരു പുസ്തകം മലയാള സാഹിത്യത്തിൽ അല്ലെങ്കിൽ മലയാള സാഹിത്യ ലോകത്തില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പുസ്തകം തന്നെ എന്തുകൊണ്ട് തനിക്ക് അങ്ങനെ ഒരു പരിശ്രമം നടത്തിക്കൂടാ? ആ ഒരു ശ്രമമാണ് കഴിഞ്ഞ ഒരു 8-9 മാസക്കാലത്തെ അവരുടെ ഒരു തീവ്രമായ ശ്രമത്തിലൂടെ ഇന്ന് ഇവിടെ സാക്ഷാത്കരിച്ചിരിക്കുന്നത്. ഈ ഒരു പുസ്തകം മലയാള ഭാഷാ പഠന രംഗത്തും മലയാള സിനിമാ പഠന രംഗത്തും അമൂല്യമായ ഒരു സംഭാവനയായി മാറും എന്നാണ് ഒരു പുസ്തക വായനക്കാരൻ എന്നുള്ള നിലയ്ക്ക് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. പുസ്തകം നിങ്ങളെല്ലാവരും വായിച്ച് നിങ്ങളുടെ പുസ്തകത്തെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ എഴുത്തുകാരെയും പബ്ലിഷേഴ്സിനെയും ഒക്കെ അറിയിക്കണം എന്നുകൂടി ഈ ഒരു അവസരത്തിൽ ഒന്ന് സൂചിപ്പിക്കുകയാണ്. സ്റ്റാൾ നമ്പർ 149 ബാർട്ടർ പബ്ലിഷിങ്ങിൻ്റെ സ്റ്റാളിലാണ് ഈ പുസ്തകം അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി പുസ്തകത്തെക്കുറിച്ചിട്ടുള്ള ഒരു സാമാന്യമായിട്ടുള്ള ഒരു അവലോകനമാണ് ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിനുശേഷം പ്രകാശനത്തിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികൾ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ പുസ്തക പ്രകാശന ചടങ്ങിന് വേണ്ടിയിട്ട് ശ്രീമതി സന്ധ്യ ജയേഷ് പുളിമാത്ത്, പുസ്തകം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സംഗീത സംവിധായകൻ ശ്രീ ഈണം വിജയൻ, പുസ്തകത്തിൻ്റെ രചയിതാവായ മൃദുല സി നാരായണൻ എന്നിവരെ ഏറെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ്. പുസ്തകത്തെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കുന്നതിനായി ശ്രീമതി സന്ധ്യ ജയേഷ് പുളിമാത്തിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ശ്രീമതി മൃദുല സി നാരായണൻ്റെ സിനിമയും ഭാഷയും എന്ന പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടത്. ശ്രീ മനോജ് പറഞ്ഞതുപോലെ തന്നെ സിനിമയും ഭാഷയും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. ഓരോ സിനിമ എടുത്താലും നമുക്കിപ്പോൾ ചെമ്മീൻ മുതൽ അല്ലെങ്കിൽ അമരം തുടങ്ങി ഇങ്ങോട്ടുള്ള ഏതൊരു സിനിമ എടുത്താലും അതിലൊക്കെ പ്രാദേശിക ഭാഷകൾ കടന്നുകൂടിയിട്ടുണ്ട്. ഇതൊക്കെ പലപ്പോഴും ഓരോ മനുഷ്യർക്കും അല്ലെങ്കിൽ സിനിമാ പ്രേമികൾക്ക് വളരെ പ്രയോജനം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. കാരണം നമുക്ക് എല്ലാവർക്കും പല ദേശങ്ങൾ സഞ്ചരിക്കാനോ അവിടുത്തെ ഭാഷയും അല്ലെങ്കിൽ അവിടുത്തെ രീതികളുമൊക്കെ മനസ്സിലാക്കാനും സാധിക്കില്ല. കാരണം നമ്മുടെ ഈ കൊച്ചു കേരളമാണെങ്കിൽ പോലും അവിടെയും പലതരത്തിലുള്ള വൈചിത്ര്യങ്ങൾ ഉള്ള ഒരു നാട് കൂടിയാണ് നമ്മളുടേത്. അത് പ്രധാനമായിട്ട് നമുക്ക് ഉൾഗ്രാമത്തിലേക്ക് കടന്നാലും അല്ലെങ്കിൽ നമ്മുടെ പട്ടണത്തിലേക്ക് വന്നാലും അല്ലെങ്കിൽ മറ്റ് ജില്ലകളിലേക്കൊക്കെ പോകുമ്പോഴുമൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അവിടുത്തെ ഒരു ഭാഷ മാത്രമല്ല, അവിടുത്തെ ഭക്ഷണ രീതികൾ, അവിടുത്തെ ഒരു ആചാരാനുഷ്ഠാനങ്ങൾ തുടങ്ങിയ എല്ലാത്തിനും വ്യത്യസ്തതയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു സിനിമയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അതിലൂടെ തന്നെ നമുക്ക് പല നാട്ടുഭാഷകളും പ്രാദേശിക ഭാഷകളും പഠിക്കാനും സാധിക്കുന്നു. ഇവിടെ മൃദുല സി നാരായണൻ ഒരു അധ്യാപിക കൂടിയാണ്. തൻ്റെ പഠന കാലഘട്ടങ്ങളിൽ അവർ റിസർച്ച് ചെയ്തിട്ടുള്ള ഒട്ടനേകം പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് അവർ മനസ്സിലാക്കിയ, പഠിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അവർ എഴുതണമെന്ന് ആഗ്രഹിച്ച, അല്ലെങ്കിൽ മറ്റാരും കൂടുതലായിട്ട് എടുക്കാത്തൊരു സബ്ജക്റ്റാണ് അവരെടുത്തിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനൊരു പുസ്തകം മനോജ് പറഞ്ഞതുപോലെ അനിവാര്യമായിരുന്നു. പക്ഷേ എത്രത്തോളം വായനക്കാർ അതിനെ ഉൾക്കൊള്ളുന്നു എന്ന് നമുക്കറിയില്ല. കാരണം ഇന്ന് നമുക്കറിയാം, പുസ്തക പ്രസാധകരും ഒപ്പം തന്നെ എഴുത്തുകാരും ഏറെക്കുറെ കൂടുതലായി വന്നിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഏതൊരു വ്യക്തിയും ഇപ്പോൾ വായനക്കാരേക്കാൾ കൂടുതൽ എഴുത്തുകാരുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് നാം പോകുന്നത്. അത് പറയാതെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എഴുത്തെന്ന് പറയുന്നത്
ഒരു വളരെ കുറച്ച് കാര്യങ്ങൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു പുസ്തകം ചെയ്യുമ്പോൾ തന്നെ ഞാനൊരു നല്ല എഴുത്തുകാരിയായി അല്ലെങ്കിൽ എഴുത്തുകാരനായി എന്ന് വിചാരിക്കുന്ന ഒരു പിന്നീട് എഴുത്തുകാരുടെ ഇടയിലാണ് ഇങ്ങനൊരു പുസ്തകം കൂടി ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എത്ര റിസർച്ച് ചെയ്ത് എത്ര നല്ലൊരു പുസ്തകം ഇറക്കിയാലും ആ പുസ്തകം ഇറക്കുന്നത് ഒരു പ്രമുഖ പ്രസാധകരല്ലെങ്കിൽ പൊതുവെ ശ്രദ്ധിക്കപ്പെടാറില്ല. കാരണം ചെറുകിട പ്രസാധകർ ഇറക്കുന്ന പല പുസ്തകങ്ങളും ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു പക്ഷേ പേരില്ല അല്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞതുപോലെ പ്രശസ്തിയില്ല എന്നൊക്കെ വരുമ്പോൾ പലപ്പോഴും പലരുടെയും പുസ്തകങ്ങൾ തടയപ്പെടുകയാണ്. പക്ഷേ അതൊരു തെറ്റായ പ്രവണതയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മളൊരു ഏറ്റവും മികച്ച പ്രസാധകരുടെ സ്റ്റാളുകളിലേക്കൊക്കെ പോകുന്നതിനോടൊപ്പം തന്നെ ചെറുകിട പ്രസാധകരുടെ സ്റ്റാളുകളിലേക്കും പോകണം. കാരണം അവിടെയും ഒരുപാട് മാണിക്യങ്ങൾ അല്ലെങ്കിൽ മുത്തുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഒരുപാട് നല്ല എഴുത്തുകാരുണ്ട്. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള പ്രമുഖരായിട്ടുള്ള പല എഴുത്തുകാരുടെയും കൂട്ടത്തിൽ ഒരു പക്ഷേ അവർക്കവരോടൊപ്പം നിൽക്കാൻ സാധിക്കുന്ന അനേകം പുസ്തകങ്ങൾ നമുക്ക് അവർക്കിടയിൽ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും ഏറ്റവും നല്ല എഴുത്തുകാർ മുന്നോട്ട് വരാത്തത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ ഏകദേശം ഒരു പ്രമുഖ വ്യക്തികൾ മുതൽ ഏറ്റവും ഇന്നൊരു പുസ്തകം പോലും ചെയ്യാൻ സാധിക്കാത്ത വ്യക്തികളെ വരെ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. കാരണം നവഭാവന ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന സാംസ്കാരിക സംഘടനയുടെ ചെയർപേഴ്സൺ സ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷമായി ഇരിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ എൻ്റെ മുന്നിൽ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള എഴുത്തുകാരെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്, കലാകാരന്മാരെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒപ്പം ഞാനൊരു 26 വർഷമായി ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ മനുഷ്യരുടെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കാൻ ഏറെക്കുറെ സാധിക്കുന്നൊരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ പലപ്പോഴും വളരെ വേദനയോടെ ഓർക്കുന്നൊരു കാര്യം പലപ്പോഴും നല്ല പുസ്തകങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. കാരണം മാർക്കറ്റിംഗ് ചെയ്യാൻ കഴിയുന്ന പുസ്തകങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും വളരെ നല്ല രീതിയിൽ മനോഹരമായി ആ ഒരു പഠനം തയ്യാറാക്കി ഇപ്പോൾ ഈ ഒരു മലയാള ഭാഷയും അല്ലെങ്കിൽ സിനിമയും ഭാഷയും എന്ന ഈ ഒരു പഠന ഗ്രന്ഥം മൃദുല സി നാരായണൻ്റെ ഈ ഒരു പഠന ഗ്രന്ഥം ഏവരും വായിച്ചിരിക്കേണ്ടുന്ന ഒരു പുസ്തകമാണ്. കാരണം പഠനഗ്രന്ഥം തയ്യാറാക്കുമ്പോൾ നമുക്കറിയാം ഏതൊരു സാഹിത്യ സൃഷ്ടിയും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ചെയ്യുന്നവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ട്. ചിലർ പറയും കവിതയാണ് നല്ലത്, അവർക്ക് എളുപ്പം. ചിലർക്കിഷ്ടം നോവലായിരിക്കും, ചിലർക്ക് ചെറുകഥകളായിരിക്കും, അല്ലെങ്കിൽ നിരൂപണമായിരിക്കും. അങ്ങനെ പല പല വ്യത്യസ്തങ്ങളായ അല്ലെങ്കിൽ വിഭാഗങ്ങളാണ് നമ്മൾ വായിക്കപ്പെടുന്നത്. പക്ഷേ ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ചിട്ടാണ് ഓരോരുത്തരും ഓരോ പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് തന്നെ വരട്ടെ, നമ്മൾ എന്തെഴുതിയാലും അത് ആ വ്യക്തി ഒരു അറിയപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ അവരുടെ ഏത് പുസ്തകവും വായിക്കാൻ മെനക്കെടുന്ന വ്യക്തികൾ ഒരിക്കലും ഇടത്തരക്കാരുടെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ പുതിയ തലമുറയിലെ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വായിക്കാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ അവരിലേക്കും വരണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ അത്തരത്തിലുള്ള വ്യക്തികളിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരുപാട് പേരുണ്ട്. കാരണം ഇന്ന് 90-95 വയസ്സൊക്കെ ആയിട്ട് പോലും ഇന്നും ഒരു പുരസ്കാരം പോലും തേടിയെത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് മൺമറഞ്ഞു പോയ ഒരുപാട് എഴുത്തുകാരെ എനിക്കറിയാം. അവരുടെയൊക്കെ ഏറ്റവും മനോഹരമായ പുസ്തകങ്ങളൊക്കെ പലപ്പോഴും വായിക്കാനും ഞങ്ങളുടെ സംഘടന വഴി എത്താനും ഒക്കെ സാധിച്ചതിൻ്റെ ഭാഗമായി ഒത്തിരി പേർക്ക് പ്രോത്സാഹനം നൽകാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ, പഠന ഗ്രന്ഥങ്ങൾ രചിക്കുവാൻ നമുക്ക് വളരെയധികം ശ്രദ്ധ ആവശ്യമാണ്. കാരണം ഈ പഠന ഗ്രന്ഥങ്ങളൊക്കെ നാളെ നമുക്ക് അറിയാൻ പറ്റില്ല, ഭാഗ്യമുണ്ടെങ്കിൽ ഒരു പക്ഷേ അതൊക്കെ കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഈ ഒരു പുസ്തകം തന്നെ, ഏറ്റവും മികച്ച ഈ ഒരു പുസ്തകം തന്നെ ഒരു പഠന വിഷയമാക്കേണ്ടുന്ന അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പഠന വിഷയമാക്കേണ്ടുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ ഇത്തരം പഠന ഗ്രന്ഥങ്ങൾ നമ്മൾ തയ്യാറാക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ സത്യസന്ധത തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. കാരണം അതിൽ നമ്മുടെ 100% നമ്മൾ സത്യസന്ധത പുലർത്താനായിട്ട് സാധിക്കണം. കാരണം ഒരു തെറ്റ് കടന്നുകൂടിയാൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം തെറ്റ് നമ്മൾ ഒരുപക്ഷെ നമുക്ക് അറിയില്ലെങ്കിൽ പോലും ആ അറിവ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരത്തിലുള്ള ഒരു പഠനഗ്രന്ഥം തയ്യാറാക്കാൻ. അതുപോലെ തന്നെ ഈ മൃദുലയുടെ ഈ ഒരു പുസ്തകം അത്തരം മഹത്തരമായൊരു പുസ്തകമാണെന്ന് വളരെ വ്യക്തമായി പറയാൻ എനിക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ വളർന്നു വരുന്ന എഴുത്തുകാരി എന്നുള്ള രീതിയിൽ
ഈ മൃദുല സി നായർ മാത്രമല്ല, വളർന്നു വരുന്ന ഓരോ എഴുത്തുകാരെയും പ്രോത്സാഹിപ്പിക്കേണ്ടത് വായനക്കാരുടെ ഒരു കടമയായി കണ്ട് എല്ലാവരും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കണമെന്നുകൂടിയാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. മലയാള ഭാഷ അല്ലെങ്കിൽ ഭാഷയും സിനിമയും മലയാള ഭാഷയും അല്ലെങ്കിൽ ഭാഷയും എന്നുള്ള ഈ ഒരു വിഷയം അധികം ആരും എടുത്തിട്ടില്ലാത്തൊരു വിഷയമായിട്ട് തന്നെ തോന്നുന്നു. കാരണം പലതിലും നമുക്കറിയാം, രാജമാണിക്യം സിനിമ കാണുമ്പോൾ അതിൻ്റെ ഭാഷ നമ്മൾ എത്രത്തോളം ആസ്വാദ്യകരമാക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ അമരത്തിലെ ഭാഷ, ചെമ്മീനിലെ ഭാഷ, ഓരോ പ്രാദേശിക ഭാഷകളും ഒരുപക്ഷെ കോട്ടയത്തിൻ്റേതായിട്ടുള്ളൊരു ചിത്രീകരണം നടക്കുമ്പോൾ കോട്ടയം കേന്ദ്രമാക്കി അല്ലെങ്കിൽ ആ ഒരു പ്രദേശം കേന്ദ്രമാക്കി എടുക്കുന്ന സിനിമകൾ പലപ്പോഴും ആ ഒരു ഭാഷയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. മലപ്പുറത്തിൻ്റേതാണെങ്കിൽ അതിൻ്റേതായ ഭാഷയ്ക്ക് പ്രാധാന്യമുണ്ട്. കോഴിക്കോടാണെങ്കിൽ അവിടെയും ഭാഷയ്ക്ക് പ്രാധാന്യമുണ്ട്. കാരണം നമ്മളെല്ലാം മലയാളികളാണെങ്കിലും നമ്മുടെ എല്ലാം ചെറിയ ചെറിയ വ്യത്യാസം നാട്ടുഭാഷകൾക്ക് വരാറുണ്ട്. ചെറുതും വലുതുമായി ഒരുപക്ഷെ ചില ആൾക്കാരുടെ സംസാരിക്കുന്നത് പോലും ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വരും. കാരണം ചില വ്യക്തികളുടെ സംസാരം പോലും ഇപ്പോൾ കോഴിക്കോട് അല്ലെങ്കിൽ പിന്നീട് അങ്ങനെയുള്ള ചില സ്ഥലങ്ങൾ, മലപ്പുറം, കണ്ണൂർ ഭാഷയൊക്കെ നമുക്ക് സംസാരിക്കുമ്പോൾ ചിലപ്പം നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കാതെ വരും. കാരണം നമുക്ക് തോന്നും അവർ നമ്മളോട് വളരെ റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. പക്ഷേ അവരേറ്റവും കൂടുതൽ എന്താ പറയുന്നത്, നമുക്ക് റെസ്പെക്റ്റ് തന്നുകൊണ്ട് സംസാരിക്കുന്ന ഭാഷ പോലും ഈ തിരുവനന്തപുരം ജില്ലയിൽ നിൽക്കുന്ന നമുക്ക് ഒരു പക്ഷേ അത് ഒരു അപമര്യാദയായ സംസാരമാണോ എന്ന് തോന്നും. പക്ഷേ അവിടെ ഏറ്റവും മനോഹരമായി അവർ നമുക്ക് തരുന്ന ഒരു റെസ്പെക്റ്റാണ് ആ ഭാഷയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ എല്ലാവർക്കും എല്ലാ ജില്ലകളും ിലൂടെ കടന്നുപോയി അവിടുത്തെ ഭാഷയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല. പക്ഷേ അതിന് സിനിമ ഒരുപാട് ഉപകാരപ്പെടുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ കിട്ടിയ ഈ ഒരു അവസരം തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായി നിർവഹിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതൊരു അഭിമാനമായി ഞാൻ കാണുന്നു. മൃദുലയെ എനിക്ക് നേരിട്ട് പരിചയമില്ലെങ്കിൽ പോലും എൻ്റെ മകളോടൊപ്പം MA വിദ്യാർത്ഥിയായിരുന്ന ഒരു കുട്ടി കൂടിയാണ് മൃദുല എന്ന് ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. വളരെ സന്തോഷം. ഒപ്പം തന്നെ അവളൊരു അധ്യാപിക കൂടിയായി കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും കൂടുതൽ പുസ്തകങ്ങൾ എഴുതുവാനും ഒത്തിരി നല്ല പഠന ഗ്രന്ഥങ്ങൾ, എനിക്ക് തോന്നിക്കുന്നു മൃദുലയ്ക്ക് ഏറ്റവും ഇഷ്ടം മറ്റ് സാഹിത്യ വിഭാഗങ്ങളെക്കാളേറെ പഠന ഗ്രന്ഥങ്ങൾ തയ്യാറാക്കാനാണെന്ന് തോന്നുന്നു. കാരണം അവർ പഠിച്ചു വന്ന രീതി ഒരുപക്ഷെ നമുക്കറിയാം. ഒത്തിരി പുസ്തകങ്ങൾ റെഫർ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത വന്നപ്പോൾ തീർച്ചയായിട്ടും എന്തുകൊണ്ട് ഇങ്ങനൊരു പുസ്തകം എഴുതിക്കൂടാ എന്ന് മൃദുല ആലോചിച്ചതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇങ്ങനൊരു പുസ്തകം ഉണ്ടായത്. ഈ ഒരു പുസ്തകം എല്ലാ പുസ്തക പ്രേമികളും വായിക്കുകയും തീർച്ചയായിട്ടും വളർന്നു വരുന്നൊരു എഴുത്തുകാരിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീമതി സന്ധ്യ ജയേഷ് പുളിമാത്ത്. പുസ്തകത്തെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കുന്നതിനായി ശ്രീ ഈണം വിജയനെ സ്വാഗതം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ഈ പുസ്തകത്തെക്കുറിച്ച് ബാർട്ടർ പബ്ലിക്കേഷൻ പ്രകാശനം ചെയ്ത മൃദുല പ്രിയ നാരായണൻ്റെ ഈ പുസ്തകത്തെക്കുറിച്ച് എല്ലാ മനോജും ഇപ്പോഴും പ്രസംഗിച്ചവരും പറഞ്ഞു കഴിഞ്ഞു. എനിക്കതിൽ കൂടുതലൊന്നും പറയാനില്ല. ഭാഷയും സിനിമയും സാഹിത്യവും എല്ലാം മനുഷ്യരാശിക്ക് വളരെ ഉപയോഗപ്രദമാണ്. സാഹിത്യം തന്നെയാണ് സിനിമയുമായും മറ്റും വരുന്നത്. അതുകൊണ്ട് ഈ ഗ്രന്ഥവും എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ ഗ്രന്ഥം എല്ലാവരും വായിക്കണം. അതിനുവേണ്ടി ഈ കർത്തുകയും അതിൻ്റെ പബ്ലിഷേഴ്സിനെയും ബാർട്ടർ പബ്ലിഷേഴ്സിനെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി ശ്രീ ഈണം വിജയൻ. അടുത്തതായി ശ്രീ മൃദുല സി നാരായണൻ തൻ്റെ എഴുത്തനുഭവം പങ്കുവയ്ക്കുന്നതാണ്. സമയപരിമിതി മൂലം പരമാവധി ഒരു 6 മിനിറ്റിൽ സംസാരം അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു പുസ്തകം എഴുതുക എന്ന് പറയുന്നത് ഒരുപാടധികം
ജോലികൾ ചെയ്യുന്ന ഒരു എഫേർട്ടാണ് അതിനുവേണ്ടി എടുക്കേണ്ടി വരുന്നത്. ഒരു അധ്യാപിക എന്ന നിലയ്ക്ക് കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ള നോട്ട്സാണ് പിന്നീട് ഒരു പുസ്തകമായിട്ട് മാറുന്നത് എന്നുള്ളത് വളരെ വലിയ സന്തോഷം പകരുന്നു. കഴിഞ്ഞ വർഷമാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ 4 വർഷ ബിരുദ പ്രോഗ്രാമിന് അവർ സിനിമയും ഭാഷയും എന്ന് പറഞ്ഞ ഒരു പേപ്പർ ഇട്ടിട്ടുള്ളത്. 18 വയസ്സായ കുട്ടികളാണ് നമ്മുടെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസാണ് പഠിക്കാൻ വരുന്നത്. അവരുടെ ജനറേഷനിൽ അവർ കണ്ടിട്ടില്ലാത്ത സിനിമകളാണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. നമ്മളൊക്കെ പഠിച്ച് നമ്മൾ 90s 80s 70s അല്ലേ, നമ്മൾ പഠിച്ച് കണ്ടുവന്ന സിനിമകളിലെ ഭാഷയായിരുന്നു അവർക്ക് അവലോകനം ചെയ്യേണ്ടത്, വിശകലനം ചെയ്യേണ്ടത്. ആ ഭാഷയെക്കുറിച്ച് അവരോട് പറയുമ്പോൾ അവർക്ക് അറിഞ്ഞൂടാ, അവരുടെ ഭാഷയൊക്കെ മാറിപ്പോയി. നമ്മുടെ തിരുവനന്തപുരത്തുകാരുടെ ഭാഷയിലേക്ക് കടന്നുകയറ്റങ്ങളുടെ ഒരു എന്താ പറയുക, കടന്നുകയറ്റങ്ങൾ ഒരുപാട് സംഭവിച്ചൊരു ഭാഷയാണ് തിരുവനന്തപുരത്തുകാരുടെ. ഞാൻ ജോലി ചെയ്തത് ധനുവച്ചപുരം IHRDയിലാണ്. അവിടുത്തെ കോളേജിലെ കുട്ടികൾ പോലും സംസാരിക്കുമ്പോൾ ഇന്നാ താൻ കേസോട് എന്നൊരു സിനിമ അവർക്ക് പഠിക്കാനുണ്ട്. കാസർഗോഡ് ഭാഷയാണ് അതിൽ അവർ സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ആ സിനിമ ഇട്ട് കൊടുത്തപ്പം അവർ തിയേറ്ററിൽ പോയി സിനിമ കണ്ട കുട്ടികളാണ്. പക്ഷേ സിനിമ പഠിക്കാനുണ്ട്. ആ സിനിമ പഠിക്കുമ്പോൾ അവർ ആ ഭാഷയെക്കുറിച്ച് സ്തബ്ധരാകുകയാണ്. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് അത് ഉത്തരമായിട്ട് എഴുതേണ്ടി വരുമ്പോൾ അവർക്കൊന്നും എഴുതാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് ഒരു ഭാഷയെ അവലോകനം ചെയ്യേണ്ടത്, വിശകലനം ചെയ്യേണ്ടത് എന്ന് അറിയാത്തൊരു രീതിയിലേക്ക് കുട്ടികൾ മാറിപ്പോയി. ആ ഒരു അവസ്ഥയിൽ നിന്നാണ് ഒരു പഠന ഗ്രന്ഥം എന്ന നിലയ്ക്ക്, ഒരു ടെക്സ്റ്റ് എന്ന നിലയ്ക്ക് ഈ പുസ്തകത്തിൻ്റെ ആവശ്യകത തോന്നിയത്. അപ്പോൾ അടുത്ത വർഷം അടുത്ത സെമ്മിലേക്ക് വരുന്ന ഫസ്റ്റ് സെമ്മിലേക്ക് വരുന്ന കുട്ടികൾക്ക് ഒരു ടെക്സ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ ഒരു പുസ്തകം ആയിട്ട് എൻ്റെ പുസ്തകം മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ശ്രമം നടത്തിയത്. അതിന് ബാർട്ടർ പബ്ലിക്കേഷൻ എല്ലാവിധ സഹായങ്ങളും ചെയ്തു തന്നു. ഒരുപാട് നന്ദി മനോജ് മനോഹരൻ. അതുപോലെ തന്നെ ശ്രീമതി സന്ധ്യ ചേച്ചിയോട് ഒരുപാട് നന്ദി അറിയിക്കുന്നു. ശ്രീ ഈണം വിജയൻ സാറിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. പിന്നെ എൻ്റെ ജീവിത പങ്കാളി കിരണസ്. എനിക്ക് 2 മക്കളുണ്ട്. 3 വയസ്സുള്ള ഒരു കുട്ടിയും 1 വയസ്സുള്ള ഒരു കുട്ടിയും വെച്ചിട്ടാണ് ഈ പുസ്തകം എഴുതിയുണ്ടാക്കിയത്. അത് തന്നെയായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും, കുടുംബത്തിനും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പരിപാടിയിൽ ഇങ്ങനെ ഒരു നിമിഷം, വളരെയധികം സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും നിമിഷം നിങ്ങളോടൊപ്പം പങ്കിടാൻ കഴിഞ്ഞതിൽ സന്തോഷത്തോടെ എല്ലാവരോടും നന്ദി പറയുന്നു. നന്ദി മൃദുല സി നാരായണൻ. പുസ്തക പ്രകാശന ചടങ്ങിൻ്റെ സമാപനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ എത്തിച്ചേരുകയും പുസ്തക പ്രകാശന കർമ്മം നിർവഹിക്കുകയും ചെയ്ത ശ്രീമതി സന്ധ്യ ജയേഷ് പുളിമാത്തിന് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. പുസ്തകം സ്വീകരിച്ച സംഗീത സംവിധായകൻ ശ്രീ ഈണം വിജയൻ, അദ്ദേഹത്തിന് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. പുസ്തകത്തെക്കുറിച്ച് സംസാരിച്ച പുസ്തകത്തിൻ്റെ എഴുത്തുകാരി കൂടിയായ മൃദുല സി നാരായണനും നന്ദി അറിയിക്കുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവർക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ഒരുക്കിത്തന്ന കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ എല്ലാ പ്രവർത്തകർക്കും ഏറെ സ്നേഹം. ഔപചാരികമായി ഈ ഒരു പുസ്തക പ്രകാശന ചടങ്ങ് അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു. ബാർട്ടർ പബ്ലിഷിംഗ് പ്രസിദ്ധീകരിച്ച മറ്റൊരു പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങ് അധികം വൈകാതെ ഇതേ വേദിയിൽ തന്നെ നടക്കുന്നതായിരിക്കും എന്നുകൂടി അറിയിക്കുന്നു. നന്ദി.